Asylum Learning Amrita Miss ആണ്. അപ്പോൾ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആനുവൽ എക്സാം ഇങ്ങ് എത്താറായില്ലേ. ഈ മാസം ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ആനുവൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ടാവും, ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയാ മിസ്സേ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ പഠിച്ചു തീർക്കുക, എന്തൊക്കെയാണ് ഞങ്ങൾ പഠിക്കണ്ടേ. ഇനി മാത്സ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും പേടിയുള്ളൊരു സബ്ജക്റ്റാണ്. ഈ മാത്സ് എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷൻസും നിറഞ്ഞ സമയമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ മക്കളെ ടെൻഷനൊന്നും അടിക്കേണ്ട. കൃത്യമായിട്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നമ്മുടെ മാത്സ് നല്ല ഏത് സബ്ജക്റ്റും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം 5ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ, മാറിയ ടെക്സ്റ്റ് ബുക്കാണ്, മാറിയ ചാപ്റ്റേഴ്സാണ്, എല്ലാം പുതിയതാണ്. അപ്പോൾ ഇനി ഈ ഒരു ഇതിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് നമുക്ക് വേഗം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതെന്തായാലും നിർബന്ധമായും അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് വെച്ച് ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. അതിൽ നിന്നും എന്തായാലും കുറച്ച് ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് എന്താണ്, എക്സാം അതായത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ആ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാതെ ഇവിടെ നോക്കുവാണെങ്കിൽ ഭിന്നസംഖ്യകൾ, സംഖ്യാബന്ധങ്ങൾ, ഈ സംഖ്യാബന്ധങ്ങൾക്ക് ശേഷമുള്ള ചാപ്റ്റേഴ്സ് അതെ നമ്പർ റിലേഷൻ മുതലുള്ള ചാപ്റ്റേഴ്സ് എന്തായാലും ഷുവറായിട്ട് ഒരു ചോദ്യം നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 5 മാർക്കിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം തന്നെ നമുക്ക് 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അപ്പോൾ ബാക്കി മാർക്കിന് നമുക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നെല്ലാം കൂടി ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കുക. പിന്നെ നമ്മൾ ഈ ഒരു 4 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് റിവൈസ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് നോട്ടാക്കി എഴുതി വെക്കണം. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഷോർട്ട് നോട്ടാക്കി എഴുതി വെക്കുക. അത് എക്സാമിൻ്റെ തലേന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൃത്യമായി ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും തവണ നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണോ ആ ഒരു പെർട്ടിക്കുലർ ചോദ്യം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ആ ചാപ്റ്ററിലെ ആ ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, നിങ്ങൾ മാത്സ് പഠിച്ചാൽ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം മാത്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാത്സ് നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഞങ്ങൾ ലാംഗ്വേജിലല്ലേ പഠിക്കുന്നത്, അതിലെന്താ പ്രശ്നം? അങ്ങനെയല്ല. നിങ്ങളൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെയെങ്കിലും മുമ്പിൽ പിടിച്ചിരുത്തുക, എന്നിട്ട് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കൂടുതൽ പഠിക്കുക. റെഡി? അപ്പോൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിക്കാതെ നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ടായൊരു ഭാഗം, നിങ്ങൾക്ക് തീരെ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന അച്ഛനോ അമ്മയോ നിങ്ങളുടെ ഏട്ടനോ അനിയത്തിയോ ആരോ ആവട്ടെ, അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചോദ്യം പഠിക്കാൻ വേണ്ടി പറ്റും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചു പോകും. പഠിക്കുക മാത്രമല്ല, നിങ്ങൾ അതിലെന്ത് ചെയ്യും, എക്സ്പേർട്ടായിട്ട് മാറും. റെഡി? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഇപ്രാവശ്യത്തെ എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങി തന്നെ പാസ്സാവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇൻ അഡ്വാൻസ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങളിൽ അടിപൊളി വീഡിയോസ് ആയിട്ടും കാണാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.